വെൽക്കം ടു അനൂസ് ചാനൽ. ഇനി പറയാൻ പോകുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് വൺസ് അഡോപ്റ്റഡ് റിപ്രസീവ് മെഷേഴ്സ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള മെഷേഴ്സ് സ്വീകരിച്ചു ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. സോ ദ ഹാർബർ വാസ് ക്ലോസ് ടു ട്രേഡ് ആൻഡ് ദ ചാർട്ടർ ഓഫ് മസാച്യുസെറ്റ്സ് വാസ് ക്യാൻസൽഡ്. ഹാർബർ അടച്ചിടുകയും തുറമുഖങ്ങളൊക്കെ അടച്ചിടുകയും അതുവഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുത്തുകയും മസാച്യുസെറ്റ്സ് ചാർട്ടർ എന്ന് പറയുന്ന ഒരു ചാർട്ടറിനെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. മസാച്യുസെറ്റ്സ് ചാർട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോയൽ ചാർട്ടർ ഗിവൺ ടു ബിൽഡ് എ കോളനി ഇൻ ന്യൂ ഇംഗ്ലണ്ടിൽ പുതിയൊരു കോളനി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ചാർട്ടറാണ് മസാച്യു ബേ കമ്പനി ചാർട്ടർ എന്ന് പറയുന്നത്. ചാർട്ടർ വാസ് ഗ്രാൻഡഡ് ബൈ കിങ് ചാൾസ് ഫസ്റ്റ്. മാർച്ച് 4, 1629 ചാൾസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ദിസ് ചാർട്ടർ ഗിവൺ സെർട്ടൻ റൈറ്റ്സ് ടു കോളനി. ഈ ചാർട്ടർ കോളനികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം നൽകിയിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും കോളനിസ്റ്റുകൾ ചിന്തിക്കുകയാണ്, ഇതാണ് നമ്മുടെ റൈറ്റ് ടൈം, നമുക്ക് പ്രതികരിക്കാനുള്ളതും നമ്മുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ടൈം ഇതാണെന്ന് അവർ തീരുമാനിക്കുകയും റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അമേരിക്ക ഹിസ്റ്ററി മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. അങ്ങനെ അവർ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് കോളനികളിലെ പ്രതിനിധികൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1774 ഫിലാഡൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടിച്ചേർന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 കോളനികൾ ഉണ്ടായിരുന്നു. ആ 13 കോളനികളിൽ ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെ ബാക്കിയുള്ള കോളനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്തിരുന്നു. ദിസ് ഗാദറിംഗ് കോൾഡ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇൻക്ലൂഡ് മെനി ഡിസ്റ്റിങ്ക്വിഷ്ഡ് മെൻസ് ലൈക്ക് ജോർജ് വാഷിങ്ടൺ ഓഫ് വിർജീനിയ. ഈ ഒരു സമ്മേളനത്തിനെയാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ വിർജീനിയയിൽ നിന്ന് വന്നിട്ടുള്ള ജോർജ് വാഷിങ്ടൺ ആണ് ഫേമസ് ആയിട്ടുള്ള ആൾ. ദേ ഇഷ്യൂഡ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് എഗ്രീഡ് ടു മീറ്റ് അഗെയിൻ ഇൻ 1775. അവിടെ വെച്ച് അവർ ഒരുപാട് ഡിക്ലറേഷൻസ്, പ്രതിജ്ഞകൾ എടുക്കുകയും അവകാശത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും കൂടിച്ചേരും എന്ന് പറയുകയും 1775 നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പിരിയുന്നത്. മീൻ വൈൽ ദ പാട്രിയോട്സ് ഓഫ് ദ സ്റ്റേറ്റ് വെയർ പ്രിപ്പയറിംഗ് ഫോർ വാർ. അതേസമയം ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്ന അതേ സമയങ്ങളിൽ തന്നെ ദേശസ്നേഹികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടുണ്ടായിരുന്നു. ന്യൂലി അപ്പോയിൻറ്റഡ് ഗവർണർ ഇൻ ബോസ്റ്റൺ ജനറൽ ഗേജ് കെയിം ടു നോ ദാറ്റ് ദി കോളനിസ്റ്റ് വെർ ഗാദറിംഗ് ആംസ് അറ്റ് കോൺകോർഡ്, എ പ്ലേസ് അബൌട്ട് 20 miles നോർത്ത് വെസ്റ്റ്. അതേസമയം പുതുതായി നിയമിതനായിരുന്ന ജനറൽ ഗേജ് കോളനി നിവാസികൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഏകദേശം 20 മൈൽ വടക്ക് പടിഞ്ഞാറായിട്ട് കോൺകോർഡിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നതായിട്ട് അദ്ദേഹം അറിയാനിടയായി. ഹി സെൻഡ് ട്രൂപ്സ് ടു കോൺഫിസ്കേറ്റ് ദ ആംസ് ബട്ട് ദ ടൈം ദേ റീച്ച്ഡ് കോൺകോർഡ് ദ ആംസ് ഹാഡ് ഡിസപ്പിയർഡ്. അപ്പോൾ അവർ ഗേജിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞു, ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ആയുധങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രൂപ്സ് അവിടെ എത്തുമ്പോഴത്തേനും ആയുധങ്ങൾ അപ്രത്യക്ഷമാവുന്നതാണ് കണ്ടത്. ഓൺ ദെയർ റിട്ടേൺ ജേണി ദ ട്രൂപ്സ് ബിക്കം ദ ടാർഗറ്റ് ഓഫ് അറ്റാക്ക് ബൈ കോളനിസ്റ്റ് ഹു ഹാഡ് റൈസൺ ഇൻ റിബല്യൻ ആൻഡ് സഫേർഡ് ഹെവി ലോസസ്. വിത്ത് ദിസ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഹാഡ് ബിഗൻ. തിരിച്ചു വരുന്ന സമയത്ത് ആ ട്രൂപ്പിനെ ഈ അമേരിക്കൻ കോളനിസ്റ്റുകൾ ആക്രമിക്കുകയും അവിടെ വെച്ചിട്ട് അതോടുകൂടിയിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിടുകയും ചെയ്തു. വൺ ഡ്രോബാക്ക് ഓഫ് അമേരിക്കൻ വാസ് ദർ വാസ് നോ റെഗുലർ ആർമി. ഇവിടെ അമേരിക്കക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ആർമിയൊക്കെ ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ആർമി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആർമിയൊന്നുമല്ല, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ആർമി അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് മെറ്റ് ഇൻ ഫിലാഡൽഫിയ ഇൻ 1775 ആൻഡ് ഓർഗനൈസ്ഡ് ആൻ ആർമി വിത്ത് ജോർജ് വാഷിങ്ടൺ ആസ് കമാൻഡർ ഇൻ ചീഫ്. ഇങ്ങനെ 1775 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ സംഘടിക്കുന്നു. ജോർജ് വാഷിങ്ടണ് നേതൃത്വത്തിൽ കമാൻഡർ ഇൻ ചീഫായിക്കൊണ്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർമി അമേരിക്കക്കാർ തയ്യാറാക്കുന്നു. ദോ ദ കൊളോണിയൽ ആർമികൾ സഫേർഡ് സം ഇനീഷ്യൽ ഡിഫീറ്റ്സ്, സോൾജേഴ്സ് ഗെയിൻ എക്സ്പീരിയൻസ് ആൻഡ് ഇൻ ദ എൻഡ് വർ ഏബിൾ ടു ഡിഫീറ്റ് ദ മോർ പവർഫുൾ ബ്രിട്ടീഷ് ആർമി. ആദ്യകാലങ്ങളിൽ ഈ കോളനി ആർമിക്ക് പല പ്രശ്നങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പവർഫുള്ളായിട്ടുള്ള ബ്രിട്ടീഷ് ആർമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും അവരെ തോൽപ്പിക്കാനൊക്കെയുള്ള സാധ്യതയുള്ള അത്രയും വലിയൊരു ആർമിയായിട്ട് മാറാൻ അമേരിക്കൻ ആർമിക്ക് സാധിച്ചു. ദ ഓട്ടോക്രാറ്റിക് ജോർജ് III ഹാഡ് ഹയർഡ് 20,000 ജർമ്മൻ സോൾജേഴ്സ് ടു ഫൈറ്റ് ദ റിബൽസ്. അതായത് ജോർജ് III
ഈ അമേരിക്കൻ കോളനിയിലുള്ള ആർമിയെ എതിർക്കാൻ വേണ്ടിയിട്ട് 20,000-ഓളം വരുന്ന ജർമ്മൻ സോൾജിയേഴ്സിനെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. Enraged by this, the Congress met again in Philadelphia and issued the unanimous Declaration of Independence on July 4th, 1776. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ആ കാലഘട്ടത്തിൽ അമേരിക്ക 1776 ജൂലൈ 4-ന് സ്വതന്ത്ര പ്രഖ്യാപനം, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അപ്പോൾ ഞങ്ങൾ സ്വതന്ത്രരാവുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി തോമസ് ജെഫേഴ്സൺ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ജസ്റ്റിഫൈ ദ റവല്യൂഷൻ, ഈ ഒരു വിപ്ലവത്തിനെ ന്യായീകരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ളത്. We hold these truths to be self-evident, that all men are created equal, that they are endowed by the rights by Creator with certain unalienable rights, that among these are life, liberty and pursuit of happiness, that to secure these rights. അങ്ങനെ അവിടെ മുതൽ ആ ഇൻവേർട്ടഡ് കോമ കഴിയുന്നത് വരെ തോമസ് പെയിൻ്റെ ജഡ്ജ്മെൻറ്റ്സാണ്, തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എല്ലാ മനുഷ്യരും തുല്യരാണ്. സ്രഷ്ടാവ് ചില അനിഷേധ്യമായ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. ഈ സത്യങ്ങളിൽ സ്വയം വ്യക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവയിൽ ജീവൻ, സ്വാതന്ത്ര്യം, സന്തോഷം തേടൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെൻറ് ലക്ഷ്യങ്ങൾ വിനാശകരമായി മാറുമ്പോൾ അത് മാറ്റാനോ ഇല്ലാതാക്കാനോ പുതിയ സർക്കാർ സ്ഥാപിക്കാനോ ജനങ്ങളുടെ അവകാശമുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്റിലോ നിലവിലുള്ള വ്യവസ്ഥിതിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പുതിയ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കാനോ പുതിയ തരത്തിലുള്ള നിയമങ്ങൾ എടുക്കാനോ പുതിയത് പുറപ്പെടുവിക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് തോമസ് ജെഫേഴ്സൺ അതിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം 1777 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യേണ്ടി വരികയാണ്. 1778 ഫ്രാൻസ് ജോയിൻ ദ അമേരിക്കൻ സൈഡ്, ബട്ട് ഇൻ ദാറ്റ് ഇയർ ആൻഡ് ദ ഫോളോയിങ് ഇയർ നോ ഡിസിസീവ് ഫൈറ്റ്സ് took place. 1778 ഫ്രാൻസ് അമേരിക്കയുടെ സൈഡ് കൂടിയെങ്കിലും ആ 2 വർഷങ്ങളിലായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല. 78 the British began to win a series of victories in the south, even beyond സൗത്ത് കരോലിന. 1780-കളിൽ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സീരീസ് ഓഫ് വിക്ടറീസ് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ദക്ഷിണ ഭാഗങ്ങളിൽ സൗത്ത് കരോലിന വരെ അവർക്ക് സക്സസ് ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇൻ 1781 was a bad year for the British. General Cornwallis, who had won a number of victories against the colonists, was forced to surrender to the American army at Yorktown. 1780-കളിൽ ജനറൽ കോൺവാലിസിന് ഒരുപാട് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ടേക്ക് അമേരിക്കൻ കോളനി ആർമിയുടെ മുമ്പിൽ യോർക്ക് ടൗണിൽ വെച്ചിട്ട് സറണ്ടർ ആവേണ്ടതായിട്ട് വന്നു. ലാസ്റ്റ് ബ്ലോ കെയിം വെൻ അതർ യൂറോപ്യൻ കൺട്രീസ് സച്ച് as സ്പെയിൻ ആൻഡ് ഹോളണ്ട് ജോയിൻ ഫോഴ്സസ് വിത്ത് ദ അമേരിക്കൻസ് ആൻഡ് റഷ്യ ആൻഡ് അതർ പവേഴ്സ് ഫോംഡ് ആൻഡ് ആംഡ് ന്യൂട്രാലിറ്റി അഗെയിൻസ്റ്റ് ബ്രിട്ടൻ. അങ്ങനെ അമേരിക്കയുടെ സൈഡിലേക്ക് വീണ്ടും ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. റഷ്യ അമേരിക്കയുടെ ഭാഗമാവുകയും അങ്ങനെ ന്യൂട്രാലിറ്റി ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഒരു പവേഴ്സ് ബ്രിട്ടനെ എതിർക്കുന്നതുമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.